ഒരൊറ്റ നിയമമേയുള്ളൂ: പ്രതിരോധം. ഉന്നം പിഴയ്ക്കരുത്. എതിരാളിയുടെ ഓരോ ചലനവും സൂക്ഷ്മതയോടെ പ്രതിരോധിച്ച് മുന്നേറണം. മലയാളികൾ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും പിറകെ നടന്ന കാലത്ത് ഇവിടെ ഒരു മനുഷ്യൻ ബോക്സിങ്ങിനായി ഒരു ഗ്രാമം തന്നെ പണിതു. പൂളാടിക്കുന്നിലെ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും അയാൾ ബോക്സിംഗ് വളർത്തി. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. ആശാന്റെ പേര് പുത്തലത്ത് രാഘവൻ. പൂളാടിക്കുന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശിക്ഷകണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡാണ്. കലക്കും, പിന്നെ ബോക്സിങ്, പിന്നെ യോഗ, പിന്നെ ഹിപ്നോട്ടിസം ഉണ്ട്, ചിത്രരചന, പിന്നെ സ്റ്റാച്ചു നിർമ്മാണം. ഇതിലെല്ലാം മുഴുകി ഒരാളായിരുന്നു. രാഘവൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ടെസ്റ്റ് ഉണ്ട്. ആളൊക്കെ കരുത്തുണ്ടോ, പിന്നെ ഏകദേശം രാഘവൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉശിരും പുളിയും ഉള്ള ആളാണോ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരെ അറിയിക്കണം എന്നുള്ള ഒരു വ്യക്തിയല്ല. ചെയ്യുന്ന കാര്യം തീരെ വിളിച്ച് പറയില്ല. രാഘവേട്ടൻ്റെ വിസിലടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഈ പൂളാടിക്കുന്ന് ഗ്രാമം ഉണർന്നിരുന്നത്. ചിട്ടയായ പരിശീലനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെരി സ്ട്രിക്റ്റ്, നോ കോംപ്രമൈസ് ബൈ പുത്തലത്ത് രാഘവൻ എന്നൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചിട്ടകളും അതൊക്കെ എങ്ങനെയാണ് നിങ്ങളെ ശിഷ്യന്മാരെ സ്വാധീനിച്ചിട്ടുള്ളത്? അത് പുള്ളി എന്താണ് എഴുതി വെച്ചത് അതേപോലെ തന്നെയായിരുന്നു. അതായത് പുള്ളീൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂളാടിക്കുന്ന് ഒരു ഒളിമ്പിക്സ് മെഡൽ, പിന്നെ അതുമല്ല പിന്നെ ഒരുപാട് ആൾക്കാർ ദേശീയ അന്തർദേശീയ താരങ്ങളായിരുന്നു, യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായിരിക്കുന്നു. ഒരു 20 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 10 ആളെ ഇവിടെ നിൽക്കുള്ളൂ. വളരെ വളരെ കർശനായിരുന്നു. പെൺകുട്ടികൾക്ക് ആദ്യമായിട്ട് പുള്ളി തന്നെയാണ് പരിശീലനം കൊടുത്തത്. ഫസ്റ്റ് കേരളത്തിൽ ആദ്യമായി ബോക്സിംഗ് തുടങ്ങിയത്. വിവാഹകാര്യം സംസാരിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പലരും ചോദിച്ച ഒരു കാര്യമാണ്, വിവാഹകാര്യം സംസാരിക്കരുതെന്ന് വിചാരിച്ച പുള്ളി വിവാഹം കഴിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത്. അതാണ്. പക്ഷെ അതല്ല, ചില സമയത്ത് പിന്നെ 2-3 ദിവസമൊക്കെ ലീവ് ആകുമ്പോൾ ചോദിക്കും, പുള്ളി എവിടെയെന്ന് ചോദിക്കും. അന്നേരം പറയും, പിന്നെ മാഷെ ഞാനിങ്ങനെ മാമന്റെ കല്യാണം, അത് ഇവിടെ പറയണ്ട. അങ്ങനെയുള്ളൊരു വിവാഹക്കാര്യം, അതായത് കല്യാണക്കാര്യം പറഞ്ഞ് കളിക്കാൻ വരരുത്. ഇത്ര അതാണ് ഉദ്ദേശിച്ചത്. പുത്തലത്ത് രാഘവന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് ആദ്യമായി കേരളത്തിന് ദേശീയ ബോക്സിംഗിൽ സ്വർണം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് സഹോദരന്റെ മകനാണ് ഇപ്പോൾ പരിശീലനം നൽകുന്നത്. ഞാൻ 4 നാഷണൽ പ്ലെയറാണ്, പിന്നെ ഒരു 7-8 സ്റ്റേറ്റ് പ്ലെയർ, പിന്നെ യൂണിവേഴ്സിറ്റി പ്ലെയർ. അങ്ങനെ ഒരുപാട് കാലം മൂപ്പര് മരിക്കോളം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് 5 വർഷം പിന്നിടുന്നു. എന്നാൽ ബോക്സിംഗിന്റെ കഥ പറയുന്ന ദാവീദിലൂടെ വീണ്ടും പുത്തലത്ത് രാഘവൻ ചർച്ചയാവുകയാണ്. ചില ഇതിലൊന്നും നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത സിനിമയിൽ വന്നിട്ടുണ്ട്. ഈ ചുരുട്ട് സിസർ വലിക്കുന്ന പുള്ളിയൊക്കെ അതിന് ഭയങ്കരമായിട്ട് എതിരായിട്ടുള്ള ഒരാളാണ്. എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചെന്ന് അറിഞ്ഞാൽ മൂപ്പര് അപ്പം ക്ലാസ്സിൽ നിന്ന് പുറത്താകും. ശരി, ഇങ്ങനെയാ കേരളത്തിന്റെ ബോക്സിംഗ് ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ അവിടെ പുത്തലത്ത് രാഘവനുണ്ട്. അദ്ദേഹം റിങ്ങിൽ ജീവിച്ചു തീർത്ത 52 വർഷങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടും. ക്യാമറമാൻ ജോം TK-ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.